Good morning, one and all. Today, let us have a detailed discussion on role of participants in a meeting. First of all, let us have a look at what is meant by meeting. A meeting is an event where two or more people come together to discuss a topic or to fulfill one or more objectives. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് what is a meeting. അപ്പോൾ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ meeting is an event where two or more people come together to discuss a topic or to fulfill one or more objectives. അല്ലേ? അപ്പോൾ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത അവിടെ ഒരു മീറ്റിംഗിൽ there will be two or more people. അവർ ഏത് പേർപ്പസിനാണ് വന്നിട്ടുള്ളത്? ടു ഡിസ്കസ് എ ടോപ്പിക്, ഏതെങ്കിലും ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു എയിം, അല്ലെ, എന്തെങ്കിലും ഒരു പേർപ്പസ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും മീറ്റിംഗിന്റെ പിന്നിൽ. ഓക്കെ, അപ്പൊ നോക്കാം ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് സാധാരണ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഫുൾ വെൻ, അല്ലെ, എപ്പോഴൊക്കെയാണ് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുള്ളത്? ടേക്കിംഗ് എ ഡിസിഷൻ ഓൺ ഇഷ്യൂ, അല്ലെ, ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയത്ത് കമ്പനി ആവട്ടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഓർഗനൈസേഷൻ ആവട്ടെ, അല്ലെ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആവട്ടെ, ഇവരൊക്കെ എന്ത് കണ്ടക്ട് ചെയ്യാറുണ്ട്? മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാവാം? ടേക്കിംഗ് എ ഡിസിഷൻ ഓൺ എൻ ഇഷ്യൂ, അതുപോലെ തന്നെ സോൾവിങ് എ പ്രോബ്ലം, another one explaining important things before taking a decision, അല്ലെ, അതുപോലെ തന്നെ ടു സെറ്റിൽ എ കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ടു കമ്മ്യൂണിക്കേറ്റ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ, അല്ലെ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം കോൺഫിഡൻഷ്യൽ ആയിട്ട്. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ട് വരുന്ന റിലീജിയൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, കാസ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെ, വരുന്ന ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ്, അല്ലെ, അതുപോലെ തന്നെ പുതിയ പോയിന്റ്സുകൾ, പുതിയ ഐഡിയാസ് ഒക്കെ നമ്മൾ ഫോം ചെയ്യണമെങ്കിൽ, കണ്ടെത്തണമെങ്കിൽ, ജനറേറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ. ഈ ഒരു പോയിന്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. എനിവേ, മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എ മീറ്റിംഗ് ഈസ് എൻ ഇവന്റ് വേർ ടു ഓർ മോർ പീപ്പിൾ കം ടുഗദർ ടു ഡിസ്കസ് എ ടോപ്പിക് ഓർ ടു ഫുൾഫിൽ വൺ ഓർ മോർ ഒബ്ജക്റ്റീവ്സ്, അല്ലെ, ഇതിനാണ് നമ്മൾ മീറ്റിംഗ് എന്ന് പറയാറ്. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, റോൾ ഓഫ് എ പാർട്ടിസിപ്പൻസ് ഇൻ എ മീറ്റിംഗ്, അല്ലെ. അപ്പോൾ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടു ഓർ മോർ പീപ്പിൾ ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ അവിടെ ഒരു മീറ്റിംഗിൽ എന്തൊക്കെ റോളാണ് പാർട്ടിസിപ്പൻസിന് എടുക്കേണ്ടതായിട്ടുള്ളത് എന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് റോൾ, ഫോളോ എറ്റിക്വറ്റ് വൈൽ അറ്റൻഡിങ് എ മീറ്റിംഗ്, അല്ലെ. അപ്പൊ എറ്റിക്വറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അല്ലെ, ഡൂസ് ആൻഡ് ഡോൺസ്, അല്ലെ. നമുക്ക് കാണാൻ പറ്റും ഏത് ഫീൽഡിലാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും എന്തുണ്ട്? എറ്റിക്വറ്റ്സ് ഉണ്ട്. ഏത് ഫീൽഡിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ്, റെഗുലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്, അല്ലെ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അല്ലെ. അപ്പൊ ഇത്തരത്തിൽ വരുന്ന റൂൾസിനെയാണ് നമ്മൾ എറ്റിക്വറ്റ്സ് എന്ന് പറയാറ്. അപ്പം എന്തൊക്കെയാണ് ഒരു മീറ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എറ്റിക്വറ്റ്സ് എന്തൊക്കെയാണുള്ളത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. നെവർ ബി ലേറ്റ് ഫോർ എ മീറ്റിംഗ്. ഫസ്റ്റ് വൺ, ഒരിക്കലും തന്നെ വി ആർ നോട്ട് സപ്പോസ് ടു ലേറ്റ് ഫോർ എ മീറ്റിംഗ്, അല്ലെ. മീറ്റിംഗിൽ ഒരിക്കലും നമ്മൾ ലേറ്റ് ആയിട്ട് വരാൻ പാടില്ല. ദിസ് നോട്ട് ഓൺലി ഡിസ്ട്രക്ട് ദ മീറ്റിംഗ് ബട്ട് ഓൾസോ ഇസ് എ ബാരിയർ ടു ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഡിസ്കഷൻ, അല്ലെ. അപ്പം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ, നമുക്കറിയാം ക്ലാസ്സുകളിലൊക്കെ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യും, അല്ലെ. പുതിയ ആളുകൾ വരുന്ന സമയത്ത് അതൊരു തടസ്സമായിട്ട് മാറും, അല്ലെ. അതുപോലെ തന്നെ അറൈവിംഗ് ലേറ്റ് ഈസ് എ സൈൻ ഓഫ് ഡിസ്റെസ്പെക്ട് ടു chairperson and other members. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത് ദിസ് ഇസ് എ സൈൻ, ദിസ് ഇസ് എ സിംബൽ ഓഫ് ഡിസ്റെസ്പെക്ട്, അല്ലെ. റെസ്പെക്ട് ഇല്ലാത്തതിനെ കാണിക്കുന്നു. അതുകൊണ്ട് വി ആർ നോട്ട് സപ്പോസ് ടു ബി ലേറ്റ് ഇൻ എ മീറ്റിംഗ്. Therefore be punctual for meetings. അതുപോലെ തന്നെ punctual. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോളോ എറ്റിക്വറ്റ്സ് while attending a meeting. The next one, next role, prepare well for the meeting. Prepare well for the meeting, അല്ലെ. മീറ്റിംഗിന് പോകുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക, അല്ലെ. ബിഫോർ യു അറ്റൻഡ് എ മീറ്റിംഗ്, examine the agenda carefully and familiarize yourself with the issues to be discussed, അല്ലെ. അപ്പോൾ നമുക്കറിയാം ഏതൊരു മീറ്റിംഗ് ആണെങ്കിലും മീറ്റിംഗിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നോട്ടീസ് ഉണ്ടായിരിക്കും, അതിനെ ഫോളോ ചെയ്ത് അജണ്ട ഉണ്ടായിരിക്കും, അല്ലെ. ആ ഒരു അജണ്ട നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫെമിലറൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് നല്ല രൂപത്തിൽ പഠിക്കണം, അല്ലെ. അതുപോലെ തന്നെ ഫെമിലറൈസ് യുവർ സെൽഫ് വിത്ത് ഇഷ്യൂസ് ടു ബി ഡിസ്കസ്ഡ്. അജണ്ടയിൽ ഉണ്ടായും ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ വിഷയങ്ങളാണ് അന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അജണ്ടയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് നല്ല രൂപത്തിൽ ഫെമിലറൈസ് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്യാം.
Collect information that you think may be useful for the meeting. അല്ലെ അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് നമ്മൾ ആവശ്യമായിട്ട് മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതായിട്ട് വരും. ക്വസ്റ്റ്യൻസ് നമ്മളെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ചില സമയത്ത് ആൻസർ പറയേണ്ടതായിട്ട് വരും. ആധികാരികമായിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ എന്താവശ്യമായിട്ട് വരും? ഇൻഫർമേഷൻസ് വേണം, ഡാറ്റാസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സുകൾ, ഫയലുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനു വേണ്ടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഫോം ആൻ ഒപ്പീനിയൻ ഓർ വ്യൂ ഓൺ ഓൾ ഇഷ്യൂസ് ദാറ്റ് വുഡ് ബി ഡിസ്കസ്ഡ് ഇൻ ദി മീറ്റിംഗ്. അതുപോലെ തന്നെ വി ഹാവ് ടു ഫോം our own opinions, our own views. ഒരു ടോപ്പിക്കാണ്, ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, വ്യൂസുകൾ, അഭിപ്രായങ്ങൾ ഫോം ചെയ്യണം. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ഡോണ്ട് ഇന്ററപ്റ്റ് അല്ലെ. ഫോർത്ത് പോയിന്റ് എന്ന ഡോണ്ട് ഇന്ററപ്റ്റ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. മറ്റുള്ള ആളുകൾ ഒരു മീറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് there will be more than 2 people അല്ലെ. അപ്പൊ ഒരിക്കലും മറ്റു ആളുകൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല, തടസ്സപ്പെടുത്താൻ പാടില്ല അല്ലെ. ഇന്ററപ്റ്റിംഗ് is not a good practice and always allow a speaker to finish what he has to say അല്ലെ. അപ്പം എപ്പോഴും നമ്മൾ ഒരു സ്പീക്കർ സംസാരിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിസിപ്പന്റ് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നോട്ട് സപ്പോസ് ടു ഇന്ററപ്റ്റ് അല്ലെ. ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. യു മേ ഡിസഗ്രി വിത്ത് ഹിസ് വ്യൂസ്, മേക്സ് നോട്ട്സ് ആൻഡ് വോക്കലൈസ് ദം വൺസ് ദ സ്പീക്കർ ഹാസ് ഫിനിഷ്ഡ് അല്ലെ. അപ്പം എന്ത് ചെയ്യാം? ഒരു പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്സിനോട് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടാവില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒപ്പീനിയൻ ആയിരിക്കും. ബട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മേക്ക് നോട്ട്സ് ആൻഡ് വോക്കലൈസ് ദം വൺസ് ദ സ്പീക്കർ ഹാസ് ഫിനിഷ്ഡ് അല്ലെ. നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എപ്പോഴാണോ സ്പീക്കർ ഫിനിഷ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ disclose a point. This is a responsibility of a chairperson to interrupt a meeting. Interrupt ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ this is the responsibility of a chairperson. Then frequent interruption in meetings not only led to a waste of time but also put the meeting off track അല്ലെ. അപ്പം ഈ ഇന്ററപ്ഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്ററപ്ഷൻ പലപ്പോഴും അത് മീറ്റിങ്ങിന് ഒരു തീരുമാനമാവാത്ത സിറ്റുവേഷനിലേക്ക് വരും. അതെന്തായിട്ടും ദാറ്റ് വുഡ് ബി വേസ്റ്റ് ഓഫ് ടൈം അല്ലെ. അത് മാത്രമല്ല ദാറ്റ് ലെഡ് ടു മീറ്റിംഗ് ഓഫ് ട്രാക്ക് അല്ലെ. അതൊരു നമ്മൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് എയിമിലേക്ക് ഒരിക്കലും നമ്മുടെ മീറ്റിംഗ് എത്തില്ല. ഫിഫ്ത്ത് വൺ, ഫോളോ ദി അജണ്ട. ഫിഫ്ത്ത് റോളാണ് ഫോളോ ദി അജണ്ട. ഞാൻ പറഞ്ഞു നമ്മുടെ മീറ്റിംഗിന്റെ കോർ എന്ന് പറയുന്നത് അജണ്ടയാണ് അല്ലെ. അപ്പം അജണ്ടയിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ? നമ്മളുടെ മീറ്റിംഗിന്റെ ഉദ്ദേശം ഒരിക്കലും എന്ത് ചെയ്യില്ല, പിന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ. നെവർ ട്രൈ ടു ബ്രിങ് അപ്പ് ഇഷ്യൂസ് ദാറ്റ് ആർ നോട്ട് ലിസ്റ്റഡ് ഓൺ ദി അജണ്ട അല്ലെ. അപ്പൊ ഒരിക്കലും തന്നെ നമ്മൾ ഒരു അജണ്ടയിൽ മെൻഷൻ ചെയ്യാത്ത ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇഫ് ദ മീറ്റിംഗ് ഗോസ് ബിയോണ്ട് ദി അജണ്ട the meeting will be meaningless അല്ലെ. അപ്പൊ ഒരിക്കലും നമ്മുടെ മീറ്റിംഗ് എവിടെ നിന്നും ഡൈവേർട്ട് ചെയ്ത് പോവാൻ പാടില്ല, നമ്മുടെ അജണ്ടയിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് പോവാൻ പാടില്ല. അങ്ങനെ പോവാണെങ്കിൽ ആ ഒരു മീറ്റിംഗ് ഒരിക്കലും അതിന്റെ ഉദ്ദേശത്തിൽ എത്തില്ല. നെക്സ്റ്റ്, സിക്സ്ത് വൺ, ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് അല്ലെ. മറ്റൊന്ന് പറയുന്നത് ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ്. ഒരിക്കലും പാസീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് ആവരുത്. മീറ്റിംഗിൽ നമ്മൾ പോകുന്ന സമയത്ത് എത്തരത്തിലുള്ള റോളാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ ആക്റ്റീവ് ആവണം അല്ലെ. ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ്. Your participation should be a meaningful one അല്ലെ. അപ്പോൾ നമ്മളൊരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരിക്കണം. അല്ലാതെ അവിടെ അല്ലെ ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക് നമ്മൾ അവിടെ ഇരുന്ന് മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന രൂപത്തിലാവരുത്. എന്ത് ചെയ്യണം? ആ പാർട്ടിസിപ്പേഷൻ ഷുഡ് ബി എ മീനിങ്ഫുൾ വൺ. ടോക്ക് whenever they give time. കീപ് courtesy while talking in a meeting അല്ലെ. അതുപോലെ തന്നെ എപ്പോഴാണോ നമ്മുടെ ടേൺ കിട്ടുന്നത്, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, ടൈം വി ഹാവ് ടു ടോക്ക് അല്ലെ. അതുപോലെ തന്നെ കീപ് courtesy അല്ലെ. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രൂപത്തിലാവരുത്. വി ഹാവ് ടു കീപ് courtesy ത്രൂ ഔട്ട് ദി മീറ്റിംഗ്. അപ്പാർട്ട് ഫ്രം ദിസ്, കോപ്പറേറ്റ് വിത്ത് അതർ പാർട്ടിസിപ്പൻസ് ആൻഡ് ചെയർപേഴ്സൺ ഇൻ ദി മീറ്റിംഗ് അല്ലെ. മറ്റൊന്ന് വി ഹാവ് ടു കോപ്പറേറ്റ് അല്ലെ. കോപ്പറേറ്റ് ചെയ്യണം ഏതുമായിട്ട്? മറ്റു പാർട്ടിസിപ്പൻസുമായിട്ട്, അതുപോലെ തന്നെ ചെയർപേഴ്സണുമായിട്ട് അല്ലെ. പല സമയത്ത് മീറ്റിങ്ങുകളിലൊക്കെ ചർച്ചകൾ പലപ്പോഴും പേഴ്സണൽ ക്ലാഷിലേക്കൊക്കെ ഡിഫറെന്റ് ഒപ്പീനിയൻ ഡിസ്പ്യൂട്ടിലേക്കൊക്കെ നീങ്ങാൻ ചാൻസ് ഉണ്ട്. ബട്ട് എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ വി ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് അതർ പാർട്ടിസിപ്പൻസ് ആൻഡ് ദി ചെയർപേഴ്സൺ ഇൻ ദി മീറ്റിംഗ്.
Always keep a pen and paper to note down important points and decisions. അപ്പോൾ എപ്പോഴും നമ്മളൊരു മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ ഏത് മീറ്റിംഗ് ആവട്ടെ, we have to keep a pen and paper in our hands. അല്ലെ, നമ്മളെ കൈകളിൽ കീപ്പ് ചെയ്യുക. എന്നിട്ട് we have to note down important points and decision. നെക്സ്റ്റ് റോൾ, ഡോണ്ട് മോണോപ്പൊളൈസ് ദി മീറ്റിംഗ്. ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മോണോപ്പൊളൈസ് ചെയ്യാൻ പാടില്ല, ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെ, ഡോണ്ട് ഡോമിനേറ്റ് ദി മീറ്റിംഗ്. ഗിവ് ഫ്രീഡം ടു ഈച്ച് പാർട്ടിസിപ്പന്റ് ടു ടേക്ക് ദെയർ ഓൺ ടേൺ. അല്ലെ, അപ്പം ഒരിക്കലും തന്നെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ചില മീറ്റിങ്ങിലൊക്കെ കാണാം, ചില ആളുകളായിരിക്കും ത്രൂ ഔട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരുടെ ഡിസിഷൻസ് മറ്റുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ അവരുടെ ഓൺ എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യും. സ്വാഭാവികമായിട്ടും അത് മറ്റുള്ള ആളുകൾക്ക് ബോറിംഗ് ആയിട്ട് മാറും. അല്ലെ, അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗിൽ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. അല്ലെ, അപ്പൊ ഒരിക്കലും നമ്മൾ ത്രൂ ഔട്ട് മീറ്റിംഗ് ഒരിക്കലും നമ്മൾ ഡോമിനേറ്റ് ചെയ്യരുത്. ഗിവ് ഫ്രീഡം ടു ഈച്ച് പാർട്ടിസിപ്പന്റ് ടു ടേക്ക് ദെയർ ഓൺ ടേൺ. സ്പീക്ക് ബ്രീഫ്ലി ആൻഡ് കൊഹറന്റ്ലി. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബ്രീഫ് ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം. അല്ലെ, ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മീറ്റിംഗ് സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് സ്പീക്ക് ബ്രീഫ്ലി ആൻഡ് കൊഹറന്റ്ലി. ഡു നോട്ട് ഇന്ററപ്റ്റ് വൈൽ സംവൺ ഇസ് ടോക്കിംഗ്. അല്ലെ, ഡോമിനേറ്റ് ചെയ്യാൻ മീൻസ് മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന സമയത്ത് അൺനെസസറി ആയിട്ട് ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്ത് ആൻസേഴ്സ് അങ്ങനെ പറയുന്ന ചില നേച്ചറൊക്കെ ഓപ്പോസിറ്റ് നേച്ചറിലുള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലെ, അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ടു നോട്ട് ഇന്ററപ്റ്റ് വൈൽ സംവൺ ഇസ് ടോക്കിംഗ്. വെയിറ്റ് ഫോർ ആൻ അപ്രോപ്രിയേറ്റ് ടൈം ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ. അല്ലെ, മറ്റൊന്ന് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ഫോർ ആൻ അപ്രോപ്രിയേറ്റ് ടൈം ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ. അല്ലെ, അപ്പൊ നമ്മൾ നമ്മുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെ മറ്റുള്ള ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഇടയിലൂടെ ഒരിക്കലും ചാടി ഒരിക്കലും നമ്മുടെ വ്യൂസ്, നമ്മുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. വി ഹാവ് ടു വെയിറ്റ് ഫോർ ആൻ അപ്രോപ്രിയേറ്റ് ടൈം. ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് വിൽ ഹാവ് ടു കൺട്രോൾ ആസ് ഇറ്റ് ഈസ് ടു ഇന്ററപ്റ്റ് ദി പ്രോഗ്രസ് ഓഫ് മീറ്റിംഗ്. അല്ലെ, അപ്പൊ ഒരിക്കലും ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ്, അല്ലെ പലപ്പോഴും ഞാൻ പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, വ്യൂസിൽ ഡിഫറൻസുകളൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഔട്ട്ബേഴ്സ്റ്റ് ചെയ്യാം, ഇമോഷണലി ഔട്ട്ബേഴ്സ്റ്റ് ആവാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. അല്ലെ, പിന്നെ അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് ഒരിക്കലും പോവാൻ പാടില്ല. അപ്പൊ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് വിൽ ഹാവ് ടു control as it is to interrupt the progress of the meeting and also cause unpleasantness. അത് പല ഇഷ്യൂസിനും കാരണമാവുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ, ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് that you have to avoid. Next one, 8.1, resolve conflict. അല്ലെ, മറ്റ് പാർട്ടിസിപ്പന്റിന്റെ റോളാണ് നമ്മൾ പലപ്പോഴും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് മാറണം. അല്ലെ, എപ്പോ, if there is any crisis, like any conflict, like എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളോ ക്രൈസിസോ ഒക്കെ ഉണ്ടെങ്കിൽ we have to take the role of a facilitator, mediator. അത്തരത്തിൽ വരുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലീഡിംഗ് പൊസിഷനിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. 9th one, pay attention to non-verbal communication. മറ്റു നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഒരു റോളാണ്, വി ഹാവ് ടു പേ, അല്ലെ വി ഹാവ് ടു ഗിവ് അറ്റൻഷൻ ടു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ സിഗ്നിഫിക്കന്റ് റോൾ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. എസ്പെഷ്യലി ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ അല്ലെ മെജോറിറ്റി നല്ലൊരു പെർസെന്റേജ് കമ്മ്യൂണിക്കേഷനും പോസിബിൾ ആവുന്നത് ത്രൂ ദി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അല്ലെ, ഇതുപോലെ നമ്മുടെ ജസ്റ്റേഴ്സ്, ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അല്ലെ ബോഡി മൂവ്മെന്റുകൾ, അല്ലെ ഇതൊക്കെയാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അല്ലെ, അപ്പം ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് മീറ്റിംഗും ഫേസ് ടു ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ അവരൊരാളുടെ വ്യൂസും പോയിന്റ്സ് ഓഫ് വ്യൂസും റെസ്പോൺസുകളൊക്കെ തന്നെ നമുക്ക് ഐ കോണ്ടാക്റ്റിലൂടെയും ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്തിനേക്കാളും വേർഡ്സിനേക്കാളും. അപ്പം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. People may express their agreement and disagreement through facial expressions and body language. So be more particular about non-verbal communication when expressing your opinion. അപ്പം മറ്റുള്ള ആളുകൾ അവരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, we have to take care of non-verbal communication. The next role, maintain meeting decorum. അല്ലെ, അപ്പൊ കേർട്ടസി കീപ്പ് ചെയ്യുക. അല്ലെ, മീറ്റിംഗ് ഞാൻ പറഞ്ഞു ഇതൊരു 3 അല്ലെ മോർ ദാൻ 2 പീപ്പിൾ അല്ലെ ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഡിഫറെന്റ് ക്ലാഷുകൾ ഉണ്ടായിരിക്കും, ഡിഫറെന്റ് ഒപ്പീനിയൻസും വ്യൂസിന്റെ ഒക്കെ ക്ലാഷുകൾ ഉണ്ടാവും. അല്ലെ,
അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പിന്നെ പൊളൈറ്റുള്ള വേർഡ്സുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, റൂഡ് ആവാൻ പാടില്ല അല്ലെ. മെയിൻറ്റെയിൻ മീറ്റിംഗ് ഡെക്കോറം, കീപ് കേർട്ടസി വെൻ യു അറ്റൻഡ് എ മീറ്റിംഗ് അല്ലെ. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യുക, കേർട്ടസി കീപ്പ് ചെയ്യുക, മാന്യത കീപ്പ് ചെയ്യുക. ഡു നോട്ട് യൂസ് യുവർ മൊബൈൽ വൈൽ അറ്റൻഡിങ് എ മീറ്റിംഗ് അല്ലെ. അപ്പൊ മറ്റൊന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് സപ്പോസ് ടു യൂസ് യുവർ മൊബൈൽ ഫോൺ വൈൽ അറ്റൻഡിങ് എ മീറ്റിംഗ്. Either put your phone on silent mode or if possible switch it off. ഏറ്റവും നല്ലത് സ്വിച്ച് ഓഫ് ആക്കുന്നതാണ്, അല്ലെങ്കിൽ യു ഹാവ് ടു കീപ് യുവർ മൊബൈൽ ഓൺ സൈലന്റ് മോഡ്. മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇൻ ദി മീറ്റിംഗ് അല്ലെ. അപ്പം ആ ഒരു ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീറ്റിംഗ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. there will be certain rules and regulations അല്ലെ. there will be particular structure ഉണ്ടായിരിക്കും, ഓർഡർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ each member has to follow such order, rule, structure and discipline. ഓക്കെ, അപ്പം പിന്നെ ഇത്രയാണ് നമ്മൾ റോൾ ഓഫ് എ പാർട്ടിസിപ്പന്റ് ഇൻ എ മീറ്റിംഗ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത് തന്നെ കാണാം. Then today let us stop here. Okay, bye, have a nice day.